2004 ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ അവസാന മണിക്കൂറുകളിലെ വേദനയും വേട്ടയാടപ്പെടലിന്റെ തീവ്രതയും ഒട്ടും ചോരാതെ വൈകാരിക തലത്തിൽ ദൃശ്യഭാഷയിൽ ഏവരുടെയും ഹൃദയത്തിൽ പതിച്ചിട്ടെന്ന് 20 വർഷങ്ങൾ പിന്നിടുമ്പോഴും മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ ഒരു നോവായി ഓരോ പ്രേക്ഷകന്റെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു. ഈ സിനിമയുടെ ചിത്രീകരണ ദിവസങ്ങളിൽ യേശുക്രിസ്തുവായി അഭിനയിക്കേണ്ടി വന്ന ജിം കാവിസൺ എന്ന നടന് അവിശ്വസനീയമായ വേദനകൾ സഹിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. വാണിജ്യപരമായി വലിയ വിജയമായിരുന്നു ഈ സിനിമ. പൂർണ്ണമായും ഒരു മതപരമായ സിനിമ ആയതിനാൽ തന്നെ ഒരു നിർമ്മാണ കമ്പനിയും അത് ഏറ്റെടുത്തിരുന്നില്ല. അതുകൊണ്ട് സ്വന്തം കയ്യിൽ നിന്ന് 216 കോടി മുടക്കി മെൽ ഗിബ്സൺ ഈ സിനിമ ചെയ്തപ്പോൾ ആഗോളതലത്തിൽ 5563 കോടി രൂപ വരുമാനം നേടി. ഈ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ മതസമൂഹങ്ങളിലും അതിനപ്പുറവും ഇതിന് കാര്യമായ ചർച്ചകൾക്ക് തുടക്കമിട്ടു. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കാണുന്നതിന് കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, സിനിമയിൽ കൂടുതലും ക്രിസ്തുവിനെ പൈശാചികമായി ആക്രമിക്കുന്നതാണ്. തികച്ചും ഒരു അക്രമസക്തമായ ഒരു സിനിമ. അതുകൊണ്ട് തന്നെ 17 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ, മുതിർന്നവരോട് കൂടി മാത്രമേ ഈ സിനിമ കാണാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. യേശുക്രിസ്തുവിനെ ആക്രമിക്കുന്നതിന്റെ തീവ്രത പലപ്പോഴും ശക്തമായി കാഴ്ചക്കാരിൽ ആഴത്തിലുള്ള വൈകാരിക പ്രതികരണങ്ങൾ ഉണർത്തി. യേശുക്രിസ്തുവായി അഭിനയിച്ച ജിം കാവിസൺ എന്ന നടന് ചിത്രീകരണ വേളയിൽ വിശ്വസിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ നടന്നു. ചിത്രീകരണത്തിലെ സ്വാഭാവികത കൈവരുത്തുന്നതിനായി ഈ സിനിമയിൽ ഉപയോഗിച്ചിരുന്ന ക്രൂശ് യേശുവിന്റെ യഥാർത്ഥ ക്രൂശീകരണ സമയത്ത് ഉപയോഗിച്ച പോലെ തന്നെ 58 കിലോ ഭാരമുള്ള ഒന്നായിരുന്നു. യഥാർത്ഥമായതും ഭാരമേറിയതുമായ കുരിശം വഹിച്ചുകൊണ്ട് അഭിനയിച്ച നടന് ഒരു രംഗത്തിൽ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നു. ഏറ്റവും തീവ്രമായ നിമിഷങ്ങളിലൊന്നായിരുന്നു അത്. അത് ക്യാമറയിൽ പതിയുമ്പോൾ ആ വേദന അഭിനയമായിരുന്നില്ല, അത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വേദനയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന്, കുരിശുമായുള്ള വീഴ്ചയിൽ തല മണലിൽ പുതഞ്ഞു പോവുകയും കുരിശ് തലയിൽ വീഴുന്ന ആഘാതത്തിൽ നാക്കും ചുണ്ടും മുറിഞ്ഞ് വായിലൂടെ പുറത്തു വന്ന രക്തവും സ്വന്തം രക്തം തന്നെയായിരുന്നു. ക്രിസ്തുവിനെ പീഡിപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ചാട്ടവാറും മുൾക്കിരീടവുമൊക്കെ യഥാർത്ഥത്തിലുള്ളതായിരുന്നു. ഈ സിനിമയിൽ ക്രിസ്തുവിനെ ചാട്ടവാറടിക്കുന്ന ഒരു രംഗമുണ്ട്. ശരീരത്തിൽ നിന്ന് മാംസം വേർപെട്ട് വരുന്ന രീതിയിൽ ചാട്ടവാറടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആകസ്മികമായി ചാട്ടവാറടി ഏൽക്കേണ്ടി വന്നു. അതുമൂലം ശരീരത്തിൽ 14 ഇഞ്ച് നീളത്തിൽ മുറിവുണ്ടായി. മറ്റൊന്ന്, സിനിമയിൽ ഷൂട്ടിംഗ് സെറ്റിൽ 3 പ്രാവശ്യം ഇടിമിന്നലേറ്റു. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ജിം കാവിസന് ഇടിമിന്നലേറ്റു എന്നതാണ്. ക്രൂശിക്കുന്ന സമയത്ത് കുരിശിൽ കിടക്കേണ്ടി വന്നത് 5 ആഴ്ചകൾ. ഭീകരമായ തണുപ്പിൽ മണിക്കൂറുകളോളം തൂങ്ങിക്കിടക്കുന്ന സമയത്ത് ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. കൂടാതെ ന്യൂമോണിയ പിടിപെട്ടു. മാത്രമല്ല, ദേഹമാകെ നീലനിറമാവുകയും ചെയ്തു. ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നാൽ ജിം കാവിസൺ മരിക്കുമെന്ന ഘട്ടത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് ചിത്രം പൂർത്തീകരിക്കുകയായിരുന്നു. ജിം കാവിസൺ ക്രിസ്തുവായി മാറ്റാനുള്ള മേക്കപ്പിനായി ദിവസം 8 മണിക്കൂറുകളാണ് മാറ്റിവെക്കേണ്ടി വന്നത്. അതിരാവിലെ 2 മണിക്ക് തുടങ്ങുന്ന മേക്കപ്പ് 10 മണി വരെ നീളമായിരുന്നു. മേക്കപ്പിലൂടെ സൃഷ്ടിച്ച ഒരു കണ്ണിലെ നീര് മൂലം ഒറ്റക്കണ്ണിലൂടെയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിരുന്നത്. അത് പിന്നീട് മൈഗ്രെയിനിലേക്കും കൊണ്ടെത്തിച്ചു. ജീവൻ നഷ്ടപ്പെടുമെന്ന സാഹചര്യങ്ങൾ പോലും തരണം ചെയ്ത് സിനിമ പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളെ അചഞ്ചലമായി യാഥാർത്ഥ്യബോധത്തോടെ ചിത്രീകരിക്കുന്ന ഹൃദയഭേദകവും തീവ്രവും ദൃശ്യപരമായി ശ്രദ്ധേയമായ ഒരു ചിത്രമാണ് ദി പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്.